ത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നത് ഒരു ദൈവാലോചന, ഒരു ദൈവിക അരുളപ്പാടായിട്ടാണ് എടുക്കേണ്ടത്. ദൈവം അനുവദിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ രാത്രി 9 മുതൽ 12 മണി വരെ ഈ സഭാ ഹാളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്കറിയാം നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഒറ്റ കുഞ്ഞുങ്ങൾ വരത്തില്ല. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ചർച്ചിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ഈ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ഭാവിക്ക് വേണ്ടി എല്ലാ കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, അവരുടെ വിവാഹങ്ങൾ നടക്കുവാൻ വേണ്ടി, ഈ ചർച്ചയുള്ള ഓരോ കുടുംബങ്ങളും കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ മാറുവാൻ വേണ്ടി, ഈ സഭ ദേശത്ത് തണ്ടിന്മേൽ കൊളുത്തിവെച്ച ദീപം പോലെ പ്രകാശിക്കേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ, വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ ആരാധിക്കുന്ന ഉത്സാഹമുള്ള, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ ഒരു സോൾജിയേഴ്സായിട്ട്, ഒരു പടനായകനെ പോലെ, ഒരു പടനായികയെ പോലെ, ഹല്ലേലൂയ, ഒരു കമാൻഡർ ഇൻ ചീഫ് പോലെ, ഹല്ലേലൂയ, നിൽക്കുന്ന, ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം വാർത്തെടുക്കുവാനായിട്ട് എത്ര മാതാപിതാക്കൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സമയത്ത് എഴുന്നേക്കാൻ അറിയാം. നമുക്ക് ഹല്ലേലൂയ അലാറം വെച്ച് എഴുന്നേറ്റ് ഹല്ലേലൂയ ജോലിക്ക് പോകാൻ അറിയാം. അത് വെളുപ്പിനെ 2 മണിക്ക് ജോലിക്ക് പോകുന്നവരുണ്ട്, 5 മണിക്ക് പോകുന്നവരുണ്ട്. ഹല്ലേലൂയ, എപ്പോൾ വേണമെങ്കിലും ജോലിക്ക് പോകുന്നതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിന് മാത്രം ദൈവത്തെ കളിപ്പിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കണ്ണ് ആർക്ക് മൂടിക്കെട്ടാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എക്സ്ക്യൂസ് പറഞ്ഞ് ഹല്ലേലൂയ പുറം തിരിയുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുവാൻ പോകുന്ന ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം, അതിൻ്റെ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഞാനത് ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം, ഒരാൾക്ക് മലയാളത്തിൽ വായിച്ചതിനെ സഹായിക്കണം. സ്തോത്രം. But Elijah said, "Hear the word of the Lord. Thus says the Lord, tomorrow about this time a seah of fine flour shall be sold for a shekel, and 2 seah of barley for a shekel at the gate of Samaria." Then the captain on whose hand the king learned said to man of God, "If the Lord himself should make windows in heaven, could this thing be?" But he said, "You shall see it with your own eyes, but you shall not eat of it." Praise the Lord. മലയാളത്തിൽ വായിച്ചേ. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയാ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയാ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ സംസാരിക്കണമേ, ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടണമേ, സ്വർഗം മഹത്വം എടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഇവിടെ ഈ ഭാഗം അധികം നിങ്ങൾ പ്രസംഗം കേട്ടിട്ട് കാണത്തില്ല. സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഈ സമരിയയിൽ സ്തോത്രം വളരെ ക്ഷാമം
കടന്നു വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ക്ഷാമം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഹല്ലേലൂയ, ജോലിയില്ലാതെ 2 മാസം ഇരുന്നു, ബില്ലടയ്ക്കാൻ പൈസയില്ല എന്നുള്ള ഒരു ക്ഷാമം. അങ്ങനെയല്ല. ഹല്ലേലൂയ. ഇവിടെ ഈ ശമര്യയിൽ വന്നിരിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ശക്തമായ ക്ഷാമം, അതിൻ്റെ മുകളിൽ യുദ്ധം. ഹല്ലേലൂയ. പടനായകന്മാരും പടയാളികളും ക്യാമ്പ് ചെയ്ത്, സ്തോത്രം, ഹല്ലേലൂയ, നിൽക്കുന്നതായ ഒരു വല്ലാത്ത അനുഭവം. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ജനമെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ, അവര് ഒരു നേരം ആഹാരം കഴിക്കുവാൻ വകയില്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരും അങ്ങനെ കഴുതയെ തിന്നാറില്ല. ഹല്ലേലൂയ. എന്നാൽ കഴുതയെ കൊന്ന് അതിൻ്റെ ഒരു തല, കഴുതയുടെ ഒരു തലയ്ക്ക്, ഹല്ലേലൂയ, 80 ഷെക്കൽ വരെ വില കൊടുത്ത് വാങ്ങിച്ച്, ഹല്ലേലൂയ, തിന്നുന്നതായ സമയമാണ്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. സ്വന്തം കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, can you believe? ഹല്ലേലൂയ, their own children, ഹല്ലേലൂയ, അവരെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, പുഴുങ്ങി, ഹല്ലേലൂയ, തിന്നുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെയുള്ള ക്ഷാമം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. സ്തോത്രം. ഞാൻ ഈ മെസ്സേജിന് ടൈറ്റിൽ ഇട്ടത്, ഹല്ലേലൂയ, സ്റ്റാർവേഷൻ ടു സർപ്ലസ് എന്നാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സഭയോട് സംസാരിക്കുന്ന ഒരു ദൂതായിട്ട് ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. കഥ കടച്ച് 4 ചുവരിനകത്ത് നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം കൂട്ടിക്കൊണ്ടുവന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഈ ദൂത ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്ന ക്ഷാമം, നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, നീ അനുഭവിക്കുന്ന കണ്ണുനീര്, നീ അനുഭവിക്കുന്നതായ കെടുതികള്, നീ അനുഭവിക്കുന്നതായ രോഗങ്ങള്, ഹല്ലേലൂയ, എങ്ങനെ എനിക്ക് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയും? എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ, ഹല്ലേലൂയ, നയാ പൈസയില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് സൗഖ്യമില്ല, എനിക്ക് വിടുതലില്ല, എനിക്ക് ജോലിയില്ല. ഹല്ലേലൂയ. എൻ്റെ തലമുറ ഒരു ഭാവിയിൽ എത്തുന്നില്ല, എൻ്റെ കുടുംബം എങ്ങനെയാകും, എൻ്റെ ഭാവി എങ്ങനെയാകും? ഹല്ലേലൂയ എന്ന് വിചാരിച്ച്, ഹല്ലേലൂയ, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന്, ഹല്ലേലൂയ, വിചാരപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതായ, ഹല്ലേലൂയ, സമയത്ത് ഇതാ പ്രവാചകൻ എലീശ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, ഹല്ലേലൂയ, എന്റെയും നിന്റെ ഹൃദയഭാരങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട് എന്ന് ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വന്ന് എല്ലാവരും ബന്ധക്കാര്, സ്വന്തക്കാര്, ചർച്ചക്കാര്, സ്നേഹിതര് എല്ലാവരും മാറിപ്പോകും. ഹല്ലേലൂയ. നിനക്കുള്ളപ്പോൾ, നിനക്ക് സമ്പത്തുള്ളപ്പോൾ, നിനക്ക്, ഹല്ലേലൂയ, അഭിമാനമുള്ളപ്പോൾ, നിനക്ക് ഉയർച്ച ഉള്ളപ്പോൾ, നിനക്ക് വരുമാനമുള്ളപ്പോൾ, ഹല്ലേലൂയ, എല്ലാവരും അടുത്തുകൂടും. പ്രൈസ് ദി ലോർഡ്. നിനക്ക്, ഹല്ലേലൂയ, ഇഷ്ടം പോലെ സുഹൃത്തുക്കളായിരിക്കും, ഇഷ്ടം പോലെ, ഹല്ലേലൂയ, നന്മകൾ വരുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടും. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് രോഗം വരുമ്പോൾ, നിനക്ക് ഭാരം വരുമ്പോൾ, നിനക്ക് കെടുതി വരുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് തന്നെ യുദ്ധങ്ങൾ വരുമ്പോൾ, നിനക്ക് തന്നെ മല്ലന്മാർ വരുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് തന്നെ വലിയ മാറാത്ത രോഗങ്ങൾ വരുമ്പോൾ, നിന്റെ ബാങ്ക് ബാലൻസ് എംപ്റ്റി ആകുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ, ഹല്ലേലൂയ, അടുക്കളയിൽ നിനക്ക് ആഹാരം, ഹല്ലേലൂയ, പാകം ചെയ്യുവാൻ, ഹല്ലേലൂയ, ഒന്നുമില്ലാതെ വരുമ്പോൾ, ഹല്ലേലൂയ, ഈ പറയുന്ന എല്ലാ, ഹല്ലേലൂയ, സുഹൃത്തുക്കളും, ഹല്ലേലൂയ, നിന്നെ വിട്ടുമാറി പോകുവാനിടയാകും. എന്നാൽ മാറാത്ത ഒരു ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും അനന്യനാണ്. ഹല്ലേലൂയ. ഇന്നും എന്നേക്കും അനന്യനാകുന്ന സർവശക്തനാകുന്ന കർത്താവിന്റെ പാദപീഠത്തിലാണ് ഇന്ന് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളവർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് മാറാത്ത ഒരു കർത്താവുണ്ട്, നമ്മുടെ കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ ദൈവത്തിന്റെ, ഹല്ലേലൂയ, പ്രവൃത്തി അറിയണമെങ്കിൽ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം. ഇവിടെ, ഹല്ലേലൂയ, എലീശ, ഹല്ലേലൂയ, മുൻപോട്ട് കടന്നു വന്ന്, ഹല്ലേലൂയ, ഒരു ദൂത് പറയുകയാണ്. സ്തോത്രം. എല്ലാവർക്കും ദൂതൊക്കെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രവാചകന്മാരെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൂതും ഇഷ്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, 100 രൂപ കൊടുക്കണമെന്ന് വിചാരിച്ച ആള് $200 എടുത്ത് കൈ കൊടുക്കും. ഹല്ലേലൂയ. ഓ, നാളെ ഞാൻ തലയാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഇവിടെ എലീശ, ഹല്ലേലൂയ, കടന്നു വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, അടുത്ത ദിവസം, അതായത് 24 മണി
മണിക്കൂറിനകം നിങ്ങൾ ഈ അധ്യായം ശ്രദ്ധിച്ചു വായിച്ചോ. ഹല്ലേലൂയ. By next day, hallelujah, within 24 hours, hallelujah, you are going to see from the starvation to the surplus. Hallelujah. അടുത്ത 24 മണിക്കൂറിനകം നിന്റെ ക്ഷാമം മാറും, നിന്റെ ക്ലേശം മാറും, നിന്റെ കെടുതി മാറും. ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മ മാറും. ഹല്ലേലൂയ. നിന്റെ ഓട്ടസഞ്ചി മാറും. ഹല്ലേലൂയ. നിന്റെ എല്ലാ കെടുതികളും മാറും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അബണ്ടൻസ് ഹല്ലേലൂയ തരുമെന്നാണ് ഇവിടെ ദൂത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്ററെ, ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടതാ. ഹല്ലേലൂയ. ഏറെ പെന്തക്കോസ്ത് വെച്ചെന്നാലും, ഹല്ലേലൂയ, ഏറെ പാസ്റ്റർമാരെ തലേ കൈവച്ചാലും, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നിന്നെ ഹല്ലേലൂയ ഉന്നതനാക്കും, നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. നിന്നെ രാജ്യങ്ങൾ കടത്തിവിടും. ഓ നിനക്ക് ഹല്ലേലൂയ വലിയ വലിയ നന്മ തരും എന്നെല്ലാം പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടതാ, കേട്ടതാ. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഇതൊന്നുമല്ല ഹല്ലേലൂയ യഥാർത്ഥമായ ദൂതെന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. നിന്റെ കഷ്ടം, നിന്റെ ഞെരുക്കം, നിന്റെ കണ്ണുനീര് ആരും അറിയാതെ കിടക്കയിൽ കിടക്കുമ്പോൾ, ദൈവാത്മാവിൽ ഞാൻ പറയുക, ഹല്ലേലൂയ, കിടക്കയിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ ഒരു വശം തിരിഞ്ഞ് അടകല അപക്ഷൂലജാല കടന്തളവേറി ഹല്ലേലൂയ ഓലയോലെ കണ്ണുനീരൊഴുക്കുന്ന സഹോദരി, ഇന്ന് ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിനെ കണ്ട് നിനക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പ്രവാചകൻ നിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയുകയാണ്, നിന്റെ അവസ്ഥ മാറാൻ പോകുക, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ പോകുക, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ അവസ്ഥ മാറാൻ പോകുക, അല്ലെങ്കിൽ നിന്റെ ജോലിയുടെ അവസ്ഥ മാറാൻ പോകുക, നിന്റെ ഇല്ലായ്മ മാറാൻ പോകുക. Your starvation is going to end. Hallelujah. And you will see the surplus. Praise the Lord. Hallelujah. നിന്റെ ഇല്ലായ്മ മാറി നിനക്ക് abundance ദൈവം തരുമെന്ന് ദൈവാത്മാവ് സംസാരിച്ചു. Praise the Lord. എന്നാൽ ഹല്ലേലൂയ ഇവിടെ ഈ പട്ടണത്തിലെ സ്തോത്രം ഹല്ലേലൂയ രാജാവിനെ സേവ ചെയ്യുന്ന ഒരുവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ പടനായകൻ. ഹല്ലേലൂയ. അദ്ദേഹം കടന്നു വന്നിട്ട് ഇങ്ങനെ ക്യാപ്റ്റൻ എഴുതിയിരിക്കുന്നത്, ക്യാപ്റ്റൻ ഓൺ ദ ഹൂസ് ഹാൻഡ് കിങ് ലേൺ സെഡ് ടു ദ മാൻ ഓഫ് ഗാഡ്, ഇഫ് ദ ലോർഡ് ഹിംസെൽഫ് ഷുഡ് മേക്ക് എ വിൻഡോ ഇൻ ഹെവൻ. ഹല്ലേലൂയ. ക്യാപ്റ്റന് ഹല്ലേലൂയ വലിയ പടച്ചട്ടയൊക്കെ ഇട്ട് ഒരു വാളൊക്കെ കൈപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഇച്ചിരി തലക്കനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകൻ എലീശ പ്രവാചകൻ ഹല്ലേലൂയ എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ നിൽക്കുന്നു? ഹല്ലേലൂയ. എനിക്ക് അധികാരമുണ്ട്, എനിക്ക് പദവിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് മിടുക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു പറഞ്ഞാൽ എൻ്റെ ഹല്ലേലൂയ കീഴിൽ ജോലി ചെയ്യുന്ന പടയാളികൾ അത് കേൾക്കും. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ അതോറിറ്റി ഉണ്ട്. ഹല്ലേലൂയ. Let me tell you, praise the Lord, if God is placed you, ഹല്ലേലൂയ, ഇത് ദൂതായിട്ട് എടുക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവം നിന്നെ ഒരു ജോലിക്കാക്കിയാൽ, ഹല്ലേലൂയ, ജോലിയിൽ നിന്നൊരു വരുമാനം തന്നാൽ, if God is giving you a job and God is giving you a income in your hand, hallelujah, don't get prideful. hallelujah. ദൈവം നിന്നെ ഒരു ജോലിയിലാക്കി നിന്റെ ബാങ്കിൽ ചില പണം തന്നാൽ, നിന്റെ പേഴ്സിനകത്ത് ചില പണം തന്നാൽ, ഹല്ലേലൂയ, നിനക്കൊരു ജോലി തന്ന് നിനക്ക് ചില അധികാരം പൊസിഷനൊക്കെ തന്ന്, ഹല്ലേലൂയ, ദൈവം നിന്നെ മാനിച്ചാൽ അതിലൊന്നും സ്വന്തമായിട്ട് പുകഴരുത്. പ്രൈസ് ദി ലോർഡ്. അന്തലേല ഭക്ഷുലജാരകട അന്തലാതല വിരാജലക്ഷണ വിതലമാരി. ഹല്ലേലൂയ. ഇതിന്റെ സോഴ്സ് എവിടുന്നാണ്? നിനക്ക് ജോലി കിട്ടുന്നതിന്റെ സോഴ്സ് എവിടുന്നാ? നീ ഹല്ലേലൂയ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ സോഴ്സ് എവിടുന്നാ? ഹല്ലേലൂയ. നീ കഴിക്കുന്ന ആഹാരത്തിന്റെ സോഴ്സ് എവിടുന്നാ? ഹല്ലേലൂയ. നീ കിടന്നുറങ്ങുന്ന വീടിന്റെ സോഴ്സ് എവിടുന്നാ? പ്രൈസ് ദി ലോർഡ്. നീ ഇന്ന് ഞെളിഞ്ഞിരുന്ന് ഹല്ലേലൂയ ഓടിച്ചു പോകുന്ന നല്ല ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ഡോളറുള്ള ഹല്ലേലൂയ വാഹനത്തിന്റെ ഒക്കെ സോഴ്സ് എവിടുന്നാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഞെളിഞ്ഞ് അഹങ്കരിച്ച് ഹല്ലേലൂയ തുള്ളി ചാടി നടക്കുന്ന എല്ലാ നന്മകളുടെയും ഉറവിടം ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന്റെ ഹല്ലേലൂയ അധികാരത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ഇന്ന് പൽക്കാലം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അന്തരേര ഭക്ഷുലജാര അന്തലാജലക്ഷണ വിതലജാരകട അന്തലവേരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ മറന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയെ അവഗണിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ദിച്ച്, ദൈവിക ആരാധനയെ അവഗണിച്ച്, ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതിനെ ഹല്ലേലൂയ അവഗണിച്ച്, ഹല്ലേലൂയ മുൻപോട്ട് പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലോചനയ്ക്കെതിരായി ഈ ക്യാപ്റ്റൻ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഹല്ലേലൂയ നാളെ വരാം, അല്ലെങ്കിൽ അടുത്ത മാസം ഞാനൊന്ന് പ്രാർത്ഥിച്ചു വരാമെന്നും ഈ പ്രവാചകൻ എലീശ പറഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. ഉടനെ ഇമ്മീഡിയറ്റ്ലി ഹല്ലേലൂയ
he was telling that hallelujah പ്രവാചകൻ ഉടനെ ഈ ക്യാപ്റ്റനെ നോക്കിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, hallelujah, you shall see it with your own eyes but you shall not eat of it. ഹല്ലേലൂയ. എന്താണ് ദൂതന്തമായിരുന്നു? സ്തോത്രം. ഹല്ലേലൂയ. നാളെ ഈ സമയത്ത് നിങ്ങളുടെ ഈ ക്ഷാമം മാറി നിങ്ങൾക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ കഴിക്കുവാൻ കഴിയാത്തവണ്ണം ഭക്ഷണം, ഹല്ലേലൂയ, ഇഷ്ടം പോലെ ഭക്ഷണം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ധാരാളം നന്മ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഹല്ലേലൂയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കപ്പെടുന്ന ഒരു സിറ്റി ഗേറ്റ് ഉണ്ട് എന്നാണ് ദൈവത്തിന്റെ ആലോചന പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാലുണ്ടല്ലോ കേട്ടവരെല്ലാം അതിശയിച്ചു നിന്നു. ഹല്ലേലൂയ. ക്യാപ്റ്റൻ ഉണ്ടല്ലോ ഈ പ്രവാചകനെ പുച്ഛിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രവാചകൻ ക്യാപ്റ്റന് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. നീ നിന്റെ കണ്ണുകൊണ്ട് ദൈവം ചെയ്യുന്നൊക്കെ കാണും, എന്നാൽ നീ അനുഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കള് ഈ ദൂത വളരെ ഹല്ലേലൂയ സീരിയസ് ആയിട്ട് എടുത്തോണം. ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഹല്ലേലൂയ. ദൈവദാസന്മാർക്കെതിരായിട്ടോ ദൈവത്തിന്റെ ആലോചനക്കെതിരായിട്ടോ ദൈവിക അള്ളപ്പാടിനെതിരായിട്ടോ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിക്കെതിരായിട്ടോ സഹോദരനെതിരായിട്ടോ ഒരു വാക്കെങ്കിലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ നന്മയെല്ലാം കാണും. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ വിശ്വസ്തനാ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രമൊന്നും ഇല്ലയോ? ദൈവം വിശ്വസ്തനാ. ദൈവം തരുമെന്ന് പറഞ്ഞാൽ തരും. ദൈവം ജോലി തരുമെന്ന് പറഞ്ഞാൽ തരും. ദൈവം വരുമാനം തരുമെന്ന് പറഞ്ഞാൽ തരും. ദൈവം അനുഗ്രഹം തരുമെന്ന് പറഞ്ഞാൽ തരും. ഹല്ലേലൂയ. ദൈവം മാനിക്കുമെന്ന് പറഞ്ഞാൽ മാനിക്കും. ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തും. നിശ്ചയമായിട്ടും ദൈവം ചെയ്യും. എന്നാൽ ഹല്ലേലൂയ വിശ്വസിക്കാതെ ഡൗട്ട്ഫുൾ ആയിട്ട് ഹല്ലേലൂയ അപമാനിച്ച് ഉപദ്രവിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ എന്തെങ്കിലും ഹല്ലേലൂയ എതിരായിട്ട് പറഞ്ഞാൽ, അപവാദം പറഞ്ഞാൽ, എതിർത്ത് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവം ചെയ്യുന്നത് നീ കാണത്തേ ഉള്ളൂ, അനുഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ അവിടെ വായിച്ചേ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ, മലയാളത്തിൽ ഒന്ന് വായിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകട്ടെ. ഈ ദൂതും ആലോചനയും എല്ലാം നടക്കുന്നു. ഹല്ലേലൂയ. സിറിയയിൽ ഭയങ്കര ക്ഷാമം നടക്കുന്നു. എലീശ വന്നു, ദൂത് പറഞ്ഞു, ക്യാപ്റ്റൻ അത് പുച്ഛിച്ചു, ഇതൊക്കെ നടന്നു. എന്നാൽ ഇതിനെല്ലാം മാറി 4 കുഷ്ഠരോഗികൾ, ഐ കോൾ ദം ഔട്ട്കാസ്റ്റ്. അവർക്കാണെങ്കിൽ ജീവിതത്തിൽ യാതൊരു ഹോപ്പുമില്ല. കാര്യം അവർ പാളയത്തിന് പുറത്താ ഓൾറെഡി. ആരും ഗവനിക്കാറില്ല, ആരും മാനിക്കാറില്ല, ആരും ഹല്ലേലൂയ വന്നിരുന്നാട്ട് എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. ദേഹം മുഴുവൻ ചൊറിയ. സ്തോത്രം. ചാക്കൊക്കെയാണ് അവിടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഔട്ട്കാസ്റ്റാ. ഹല്ലേലൂയ. അവർക്ക് പട്ടണത്തിൽ കയറാനോ ഒന്നും യാതൊരു അവകാശവുമില്ല. എന്നാൽ ഹല്ലേലൂയ അവരൊരു കാര്യം തീരുമാനിച്ചു. സ്തോത്രം. എന്തായാലും മരിക്കും, ഇവിടെ ഇരുന്നാലും മരിക്കും. ഹല്ലേലൂയ. പാളയത്തിൽ പടക്കൂട്ടത്തിന് നേരെ ചെന്നാലും മരിക്കും. ഹല്ലേലൂയ. എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ടേ മരിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് ഹല്ലേലൂയ അവർ നേരെ പാളയത്തിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് കണ്ടതെന്നറിയാമോ? ഹല്ലേലൂയ ഈ പ്രവാചകനോട് പ്രവചിച്ചപ്പോൾ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചനയെ മറുതലിച്ച് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ ജനമെല്ലാം കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ, ഹല്ലേലൂയ അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ കുതിരക്കുളമ്പടിയുടെ ശബ്ദം ഹല്ലേലൂയ എതിർപ്പാളയത്തിൽ കേട്ടു. ഹല്ലേലൂയ വലിയ വലിയ ഹല്ലേലൂയ സൈനികർ കടന്നു വരുന്നതായിട്ട് എതിർപ്പാളയത്തിൽ അനുഭവപ്പെട്ടു. അവരെല്ലാവരും അവരുടെ ഉറക്കത്തിൽ നിന്ന് ഹല്ലേലൂയ ചാടി എഴുന്നേറ്റ് അവരുടെ സ്വർണവും അവരുടെ ഹല്ലേലൂയ വെള്ളിയാഭരണങ്ങളും അവരുടെ ഹല്ലേലൂയ പണങ്ങളും അവരുടെ ആഹാരങ്ങളും അവര് ഹല്ലേലൂയ കുക്ക് ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം അവിടെ ഉപേക്ഷിച്ച് അവരുടെ ടെന്റുകളെല്ലാം വിട്ടുകളഞ്ഞിട്ട് അവരെ പ്രാണരക്ഷാർത്ഥം ഓടിക്കളഞ്ഞു. സ്തോത്രം. ഈ 4 കുഷ്ഠരോഗികള് ഹല്ലേലൂയ പാളയത്തിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് സമൃദ്ധമായ ഭക്ഷണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ അനേക നാളുകള് ആഹാരം കഴിക്കാൻ വകയില്ല.
അറിയാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും പുഴുങ്ങിത്തുന്ന ഹല്ലേലൂയ നടക്കുന്നതായ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ അരുളപ്പാട് വന്നപ്പോൾ ഹല്ലേലൂയ ഈ 4 കുഷ്ഠരോഗികൾ കടന്നു എന്ന് കാണുന്ന എന്തുവാ? ഹല്ലേലൂയ ഇഷ്ടം പോലെ ആഹാരം. ഹല്ലേലൂയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ അവര് വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് മടങ്ങി വന്നിട്ട് ഹല്ലേലൂയ ജനത്തോട് പറഞ്ഞു, അവിടെ ഇതാ ഹല്ലേലൂയ പടക്കളത്തില് ഉള്ള സകല പടക്കാരും ഹല്ലേലൂയ ഓടിപ്പോയി. ഹല്ലേലൂയ they all left. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്കിതാ ദൈവം കരുതിയിരിക്കുന്നു. ആഹാരം, സമൃദ്ധമായ ആഹാരം എല്ലാം ദൈവം കരുതിയിരിക്കുന്നു. ഇത് കേട്ടപാടെ ഹല്ലേലൂയ ജനമെല്ലാം ഓടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആഹാരം കഴിക്കാതെ വളരെ ഹല്ലേലൂയ വിഷമത്തിലായിരുന്ന ജനമെല്ലാം ഓടിച്ചെന്ന് ഹല്ലേലൂയ വാരി ഹല്ലേലൂയ അവരെ കൂട്ടിയെടുക്കുന്നതായ സമയത്ത് ഈ ക്യാപ്റ്റൻ അന്തിച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ ചവിട്ടി ഹല്ലേലൂയ ഈ ജനമെല്ലാം അദ്ദേഹത്തെ ചവിട്ടി ഹല്ലേലൂയ കൊല്ലുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളൊരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചന നിവർത്തീകരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ പുച്ഛിച്ചവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും, എന്നാൽ അത് അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ ഇന്ന് വൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ഇങ്ങനെ ദൂത് പറഞ്ഞത് ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഈ സഭയോട്, ഇവിടെ ഇരിക്കുന്ന ജീവിതങ്ങളോട്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഹല്ലേലൂയ ടുഡേ I wanted to declare one thing. Hallelujah. Within 24 hours your starvation is going to be removed and you will get surplus. Hallelujah. നിന്റെ ക്ഷാമം മാറും, നിനക്ക് ക്ഷേമം വരും. നിന്റെ ഹല്ലേലൂയ കെടുതി മാറും, നിന്റെ രോഗം മാറും, നിന്റെ ദുഃഖം മാറും, നിന്റെ കെടുതി മാറും. ഇന്ന് പലക്കാലം ദൈവത്തെ സ്തുതിക്കാമോ? ഈ ആലോചന എടുക്കാമോ? ഹല്ലേലൂയ ഈ ദൂത് എടുക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ലേശം പോലും ഹല്ലേലൂയ ഡൗട്ട് എന്റെയും നിന്റെയും ഉള്ളിൽ വരരുത്. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കാമോ? ഹല്ലേലൂയ എന്റെ ജോലി മെച്ചപ്പെടും, എന്റെ ബിസിനസ് മെച്ചപ്പെടും, എന്റെ ആരോഗ്യം മെച്ചപ്പെടും, എന്റെ തലമുറ മെച്ചപ്പെടും. ഹല്ലേലൂയ എന്റെ സഭ മെച്ചപ്പെടും. ഹല്ലേലൂയ എന്റെ ഹല്ലേലൂയ ഈ ദേശത്ത് ദൈവം എന്നെ മാനിക്കും, ദൈവം എന്നെ നിലനിർത്തും, ദൈവം എന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദീകരാരഭക്ഷാല അന്തരാജലക്ഷല വിതലജാര കടന്നലവേരി. ഹല്ലേലൂയ അല്പസമയം കരങ്ങളടിച്ച ഈ ദൂത ജീവിതത്തിൽ നിവർത്തീകരിക്കുവാനായിട്ട് ആത്മാവിന്റെ നിറവിൽ ഹല്ലേലൂയ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നിന്നെ ക്ഷാമപ്പെടുത്തുവാൻ, ഹല്ലേലൂയ നിന്നെ നിരാശപ്പെടുത്തുവാൻ, ഹല്ലേലൂയ നിന്റെ ജീവിതം ഡെഡ് ഉണ്ടാക്കുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഇനി എങ്ങനെ ഒരു പെനി പോലും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, ഹല്ലേലൂയ എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതമേ, ഉടമനെ ശബ്ദലേ അപക്ഷൂലജാര കടന്നലാതലക്ഷണ വിതലവേറി സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ ഞാൻ വന്ന തലയിൽ തൊട്ട് ദൂത് പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിന്നെ നിരാശ അറിയുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം നിന്നെ ക്ലേശം അറിയുന്നുണ്ട്. അങ്ങനെ രപക്ഷൂലജാര കടന്നലവേറി നിന്റെ സാർവേഷൻ ഇന്ന് പകൽക്കാലം മാറും. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം മാറും. നിന്റെ ഇല്ലായ്മ ഇന്ന് പകൽക്കാലം മാറും. അവനാരവക്ഷാല ഉദരാജലക്ഷല വിതലജാര കടന്നലവേറി വിശ്വസിക്ക. നിനക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശബ്ദമുണ്ട്, നിനക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ദൂതുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു സർവശക്തനുണ്ട്. ആ ശക്തനാകുന്ന ദൈവമാണ് എന്നെയും നിന്നെയും ഇന്നുവരെ നിലനിർത്തിയത്. ഹല്ലേലൂയ തീതരാരഭക്ഷാലജാര അന്തലാജലക്ഷല വിതലജാര കടന്തലവേറി തീകരെ രഭക്ഷൂലജാര കടന്തലാതലക്ഷല വിതലവേറി. കരങ്ങളടിക്കാം, കരങ്ങളടിക്കാം. ഹല്ലേലൂയ clap your hands and praise God. Give the praises and hallelujah honor to the Lord. ഹല്ലേലൂയ തീകരെ രഭക്ഷാലജാര കടന്തലവേറി. ഹല്ലേലൂയ ഈ ആലോചന ഓരോ കുടുംബത്തിലും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ തീകരെ രഭക്ഷൂലജാര കടന്തലാതലക്ഷല വിതലവേറി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ സ്റ്റാർവേഷൻ ഇന്ന് പകൽക്കാലം യേശുവിന്റെ
നാമത്തിൽ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ രോഗം യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കെടുതി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ ഞെരുക്കി, നിന്നെ വിഷമിപ്പിച്ച, നിന്നെ കരയിപ്പിച്ച, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒതുക്കി, ഹല്ലേലൂയ, തകർത്ത് കളയുവാൻ നിൽക്കുന്ന അന്ധകാര പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് പൽക്കാലം അഴിയട്ടെ. ഹല്ലേലൂയ. God Almighty is going to give you the exceeding and abundance of joy. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് മടിയിൽ തന്ന് മാനിക്കുന്ന ദിവസം അധികം വിദൂരമല്ല. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്ഥലിൽ വിശ്വസ്തയോടെ വിശ്വസ്തനാണോ, വിശ്വസ്തമതിയാണോ? അതോ ആവശ്യം വരുമ്പോൾ മാത്രം ദൈവമേ എന്ന് വിളിക്കുന്നവരാണോ? ഇന്ന് നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് സകലവുമാനവും മഹത്വവും കരേറ്റി ദൈവത്തിന് സ്തുതി പാടി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് പൈതലേ, ഞാനും നീയും തലകുനിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. വീണുപോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. താളടിയാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. Dear Heavenly Father, we thank you and praise you for the beautiful Sunday morning. We come to your presence, O Lord Jesus. Thank you so much for speaking to us. Lord, many times you are speaking directly, but the doubtful heart, the doubtful faith, the doubtful prayer, Lord, we are canceling all that mindset. Today, we believe in you. When you say 24 hours, it will be 24 hours you will provide. You say it will be healed. Lord, we know it will be healed. കർത്താവേ, സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ സൗഖ്യം തരുന്ന ദൈവം, നന്മ നൽകുമെന്ന് വരുമ്പോൾ നന്മ തരുന്ന ദൈവം, ഉയർച്ച തരുമെന്ന് പറയുമ്പോൾ ഉയർച്ച തരുന്ന ദൈവം, ഇല്ലായ്മ മാറ്റുമെന്ന് പറയുമ്പോൾ ഇല്ലായ്മ മാറ്റുന്ന ദൈവം. ആ ദൈവത്തെ ഞങ്ങൾ കടന്ന് വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളും നിറപടിയായി നടത്തുന്ന ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന പ്രിയ ഷിനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയവേദനെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നന്മകളാൽ കർത്താവ് നിറയ്ക്കണം. കർത്താവേ, പ്രിയ ഹല്ലേലൂയ കിസേക്കൊരു ജോലി ഓഫർ കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. ആയിരുന്നു കർത്താവേ, ഈ വിസയുടെ ഇൻ്റർവ്യൂ കോൾ കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. ജോമൻ്റെ കുടുംബത്തിന് കർത്താവേ വിശ്വാസ സ്നാനമെടുക്കുവാൻ കൃപ കൊടുത്തതിനായി സ്തോത്രം. അച്ചുവിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകണം. ജസ്റ്റിസ് കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം. കർത്താവേ, സാറയ്ക്കും സ്റ്റാലിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം, ആദരിക്കണം. കർത്താവെ, ജോഷുവ ഫിലിപ്പിനായി ബെന്നിനായി സ്തോത്രം. ഡെന്നിസിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ബെന്നിനായി ലിവയ്ക്കായി സ്തോത്രം. സ്വർഗത്തിലെ ഭൂമിക്ക് നാഥനാകുന്ന ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. തുടർന്നുള്ള ദിവസങ്ങൾ അല്പസമയം ഞങ്ങളുടെ പാർപ്പിടത്തിലിരിക്കുമ്പോൾ ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ട് തൊടുപുഴയിലെ കർത്താവെ സെൻട്രൽ കൺവെൻഷനെ കർത്താവ് അനുഗ്രഹിക്കണം. അടുത്ത ശനിയാഴ്ച ഇവിടെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവെ സിറ്റി പാസ്റ്റേഴ്സ് സ്പൗസസ് മീറ്റിങ്ങിനായി സ്തോത്രം. ദൈവത്തിന് വലിയ പ്രവൃത്തിയോടെ വെളിപ്പെടുത്തണം. ഞങ്ങളെ ഈ ദേശത്ത് മാനിച്ച് അനുഗ്രഹിച്ച് നിലനിർത്തണം. സ്വർഗം മഹത്വം എടുക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമന്ത്രം അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും പരിപാലനവും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പൽക്കാലം ചെയ്യുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.